നമ്മളിൽ മിക്ക ആളുകളും ജീവിതത്തിന്റെ തിരക്കിൽ പെടാപ്പാടുപെട്ട് ഓടുന്നവരായിരിക്കും. എപ്പോഴും ജീവിക്കാനുള്ള തത്രപ്പാട് നമുക്കറിയാമല്ലോ. എന്നാൽ ചിലപ്പോഴെങ്കിലും നമ്മൾ ഒന്ന് നിന്ന് ആലോചിക്കണം. ഇല്ലെങ്കിൽ എല്ലാം നേടി നമ്മൾ തിരിച്ചു നോക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ചില കാര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടു എന്ന് വരും. ഞാനൊരാളിൻ്റെ ഒരു കഥ പറയാം. ഏലിയാസ് എന്നും തിയോ എന്നും പേരുള്ള രണ്ടുപേരുടെ കഥയാണ് ഞാൻ ഒന്നിച്ചു പറയുന്നത്. ഏലിയാസ് ഒരു ക്ലോക്ക് കച്ചവടക്കാരനാണ്. അയാളുടെ കടയിൽ ക്ലോക്ക് വാങ്ങാൻ വന്ന ഒരു ചെറുപ്പക്കാരനാണ് തിയോ. ലോകത്തെ മുഴുവൻ വെട്ടിപ്പിടിക്കാൻ സഹായിക്കുന്ന ഒരു ക്ലോക്ക് തരാമോ, ഒരു മാന്ത്രിക ക്ലോക്ക്? അതായിരുന്നു തിയോയുടെ ആവശ്യം. ഏലിയാസ് ഒരു കുഞ്ഞു പോക്കറ്റ് വാച്ച് എടുത്ത് അയാളുടെ കൈ കൊടുത്തു. അത് നോക്കി തിയോ ചോദിച്ചു, ഈ കുഞ്ഞു വാച്ചാണോ ലോകം മുഴുവൻ വെട്ടിപ്പിടിക്കാൻ എന്നെ സഹായിക്കാൻ പോകുന്നത്? അപ്പോൾ ഏലിയാസ് മറുപടി പറഞ്ഞു, സമയത്തെ നിങ്ങൾ പിടിച്ചു നിർത്താൻ നിങ്ങൾക്ക് കഴിയില്ല. അത് ചലിച്ചുകൊണ്ടേയിരിക്കും. ചെയ്യാനുള്ളതെല്ലാം അതിനുള്ളിൽ ചെയ്തു തീർക്കണം. അത് അയാൾ പറഞ്ഞു. അതായത് സമയം നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റില്ല, അതുകൊണ്ട് ചെയ്യാനുള്ളതെല്ലാം ആ ഉള്ള സമയത്തിൽ ചെയ്തു തീർക്കണം എന്നാണ് ഈ കക്ഷി പറഞ്ഞത്. ഏലിയാസിനോട് യാത്ര പറഞ്ഞ് ഈ തിയോ വാച്ചും പോക്കറ്റായിട്ട് കടന്നുപോയി. ഒരുപാട് കാലം ഇയാൾ അധ്വാനിക്കാൻ തുടങ്ങി. തൻ്റെ സാമ്രാജ്യം കെട്ടിപ്പിടിക്കാനുള്ള തീവ്ര ശ്രമങ്ങളൊക്കെ അയാൾ തുടർന്നു. നാടും വീടുമില്ലാതെ അയാൾ അലഞ്ഞു. കല്യാണം വരെ വേണ്ടെന്ന് വെച്ചു. ഒടുക്കം അയാൾ വലിയ കോടീശ്വരനായി. പറഞ്ഞതുപോലെ ലോകം കീഴടക്കി സ്വന്തമായൊരു സാമ്രാജ്യം ഉണ്ടായി. പക്ഷെ അപ്പോഴേക്കും അയാളുടെ മാതാപിതാക്കളെല്ലാം മരിച്ചു. പ്രണയിച്ച പെൺകുട്ടി മറ്റൊരാളെ കല്യാണം കഴിച്ചു. ലോകം വെട്ടിപ്പിടിച്ചപ്പോഴേക്കും അയാൾക്ക് ബാക്കിയെല്ലാം നഷ്ടപ്പെട്ടു പോയിരുന്നു. ഏലിയാസ് പറഞ്ഞ ആ വാചകം അപ്പോഴാണ് തിയോ ഓർമ്മിച്ചത്. സമയത്തെ നിങ്ങൾക്ക് പിടിച്ചു നിർത്താൻ സാധിക്കില്ല, അത് ചലിച്ചുകൊണ്ടേയിരിക്കും. ചെയ്യാനുള്ളതൊക്കെ അതിനുള്ളിൽ നിങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കണം എന്ന് അദ്ദേഹം പറഞ്ഞു. പക്ഷേ അയാൾ ഈ സാമ്രാജ്യം വെട്ടിപ്പിടിക്കുന്ന തിരക്കിനിടയിൽ ചെയ്യാനുള്ളത് എന്തൊക്കെയാണെന്ന് അയാൾ ആലോചിച്ചില്ല. പ്രണയിനി പോയി, മാതാപിതാക്കൾ പോയി, നമുക്ക് ആവശ്യമുള്ളതെല്ലാം നഷ്ടപ്പെട്ടു എന്ന തിരിച്ചറിവ് അയാൾക്കുണ്ടായി. സാമ്രാജ്യത്തിൻ്റെ മേൽക്കൂരയെ കയറി നിൽക്കുമ്പോൾ അയാൾക്ക് മനസ്സിലായി ആ കച്ചവടക്കാരൻ പറഞ്ഞതാണ് ജീവിത യാഥാർത്ഥ്യം എന്ന്. സമയം വളരെ പ്രഷ്യസ് ആയിട്ടുള്ള ഒരു സാധനമാണ്, വളരെ വിലപ്പെട്ടതാണ്. സമയം ഏത് കാര്യമായാലും ചില നിർബന്ധ ബുദ്ധിയുള്ളവരാണെങ്കിൽ സമയത്തിനുള്ളിൽ തന്നെ നമ്മളെല്ലാം ചെയ്തു തീർക്കണം. ടൈം ഈസ് ദ മോസ്റ്റ് പ്രഷ്യസ് തിങ് ഇൻ ദ വേൾഡ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.